ഇനി നമ്മളൊരു പുതിയ ചാപ്റ്ററൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്. നമുക്കറിയാം, വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ഓക്സിജൻ ഈസ് യൂട്ടിലൈസ്ഡ് ബൈ ദ ഓർഗാനിസം ടു ഇൻഡയറക്ട്ലി ബ്രേക്ക് ഡൗൺ ദ സിമ്പിൾ മോളിക്യൂൾ ലൈക്ക് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ് എക്സെട്ര ടു ഡിറൈവ് എനർജി ടു പെർഫോം വേരിയസ് ആക്ടിവിറ്റി. ATP മോളിക്യൂൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഓക്സിജൻ യൂസ് ചെയ്തിട്ട് ഗ്ലൂക്കോസും അമിനോ ആസിഡും ഫാറ്റി ആസിഡും ഒക്കെ റെസ്പിറേഷൻ നടന്നിട്ടാണ് ATP മോളിക്യൂൾസ് ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഹാംഫുൾ പ്രോഡക്റ്റ് ആണ് ഈ പറയുന്ന റെസ്പിറേഷനിൽ റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട ഓക്സിജൻ എടുക്കുകയും ആവശ്യമില്ലാത്ത കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് റെസ്പിറേഷൻ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ആ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് ഇൻ ഹ്യൂമൻ, ദാറ്റ് ഈസ് ബ്രീത്തിങ്. ഹ്യൂമനിൽ തന്നെയല്ല, ആനിമൽസ്, ഇൻ ദ കേസ് ഓഫ് ആനിമൽസ് ഇറ്റ് വിൽ ഒക്കർ ബ്രീത്തിങ്. അതിന് നമുക്ക് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് റെസ്പിറേഷൻ, കേട്ടോ. ഇനി ഓരോ ഓർഗാനിസവും അത് ഏത് ഹാബിറ്റാറ്റിലാണ് ജീവിക്കുന്നത്, എന്താണ് അതിൻ്റെ കോംപ്ലക്സിറ്റി ഓഫ് ദ ബോഡി, അതൊക്കെ അനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസ്പിറേറ്ററി ഓർഗൻസ് ഉണ്ട്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസ്പിറേറ്ററി ഓർഗൻ ഓരോ ഫൈലത്തിലും കാണുന്നത് നമുക്ക് നോക്കാം. സ്പോഞ്ചസ്, സീലൻറ്ററേറ്റ, ഫ്ലാറ്റ് വോം, ഇതൊക്കെ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും എക്സ്ചേഞ്ച് നടത്തുന്നത് അതിൻ്റെ ബോഡി സർഫസ് വഴിയാണ്. അതുപോലെ എർത്ത് വോം അതിൻ്റെ റെസ്പിറേഷൻ നടത്തുന്നത് ക്യൂട്ടേനിയസ് റെസ്പിറേഷനാണ്, അതായത് അതിൻ്റെ ബോഡി സർഫസിൽ കൂടെ തന്നെയാണ് അതിൻ്റെ റെസ്പിറേഷൻ നടത്തുക. ഓക്കെ, മോയിസ്റ്റ് ക്യൂട്ടിക്കിൾ വഴിയാണ് റെസ്പിറേഷൻ നടത്തുക. ഇനി ആർത്രോപോഡിൻ്റെ കേസിലാണെങ്കിൽ ട്രക്കിയൽ റെസ്പിറേഷൻ ആയിരിക്കും. മൊളസ്ക വന്നിട്ട് ഗിൽസ് വഴിയാണ് റെസ്പിറേഷൻ നടത്തുക. എക്കിനോഡെർമേറ്റ ഡെർമൽ ബ്രോങ്കിയ വഴിയാണ് റെസ്പിറേഷൻ നടത്തുക. ഹെമികോഡേറ്റ ഗിൽസ് വഴിയാണ് റെസ്പിറേഷൻ നടത്തുക. ഫിഷസ് ഗിൽസാണ് റെസ്പിറേഷൻ യൂസ് ചെയ്യുന്നത്. ആംഫീബിയൻസ് ഗിൽസും സ്കിന്നും ബക്കോഫാരിഞ്ചൽ ക്യാവിറ്റിയും അതിൻ്റെ ബക്കോഫാരിഞ്ചൽ ടൈപ്പ് ഓഫ് റെസ്പിറേഷനും നടത്തുന്നുണ്ട്. റെപ്റ്റൈൽസ് വന്ന് മേജർലി ലങ്സ് ആയിരിക്കും റെസ്പിറേഷൻ യൂസ് ചെയ്യുന്നത്. ചില ടോർട്ടോയിസസ് ദാറ്റ് വിൽ ഡു ക്ലോയാക്കൽ ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ. മാമൽസും ബേർഡ്സും ലങ് റെസ്പിറേഷൻ ആയിരിക്കും കാണിക്കുക. ഓക്കെ, നൗ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം, അതിൻ്റെ ആ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വി ഹാവ് എ പെയർ ഓഫ് എക്സ്റ്റേണൽ നോസ്ട്രൽ. നമുക്കൊരു പെയർ എക്സ്റ്റേണൽ നോസ്ട്രൽസ് ഉണ്ട്. അത് അപ്പർ ലിപ്പിൻ്റെ ഭാഗത്താണ് ഓപ്പൺ ചെയ്യണത്. എന്നിട്ട് ദാറ്റ് ലീഡ് ടു നെയ്സൽ ചേംബർ ത്രൂ ദ നെയ്സൽ പാസേജ്. ഈ നെയ്സൽ ചേംബർ ഓപ്പൺ ചെയ്യുന്ന ഫാരിങ്സിലേക്കാണ്. ഫാരിങ്സ് എന്ന് പറയുന്നത് ഫുഡിൻ്റെയും എയറിൻ്റെയും ഒരു കോമൺ പാസേജ് ആണ്. ഈ ഫാരിങ്സ് ലാരിങ്സ് വഴി ട്രക്കിയയിലേക്ക് ഓപ്പൺ ചെയ്യും. ഫാരിങ്സിൻ്റെ ലാരിഞ്ചോ ഫാരിങ്സ് എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. ഫാരിങ്സിൻ്റെ തന്നെ ഭാഗമാണ്. ആ ലാരിങ്സ് റീജിയൻ വഴി ട്രക്കിയയിലേക്ക് ഓപ്പൺ ചെയ്യും. ലാരിങ്സ് എന്ന് പറയുന്ന ഒരു കാർട്ടിലേജിനസ് ബോക്സ് ആണ്. അത് നമുക്ക് സൗണ്ട് പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ സൗണ്ട് ബോക്സ് എന്ന് പറയും, അല്ലെങ്കിൽ വോക്കൽ കോഡ് എന്നൊക്കെ പറയും. ഓക്കെ, നമ്മൾ ഫുഡ് സ്വാളോ ചെയ്യുന്ന സമയത്ത് ഈ ഗ്ലോട്ടിസിനെ കവർ ചെയ്തിട്ട് ഒരു തിൻ ഇലാസ്റ്റിക് കാർട്ടിലേജിനസ് ഫ്ലാപ്പ് ഇരിക്കുന്നുണ്ട്. അത് എപ്പിഗ്ലോട്ടിസ് ആണ്. അത് ഈ ലാരിങ്സിലേക്ക് ഫുഡ് എൻട്രി ചെയ്യിപ്പിക്കാത്തൊരു സ്ട്രക്ചറാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ഇനി ട്രക്കിയ എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ട്യൂബാണ്. ഈ ട്രക്കിയ എക്സ്റ്റെൻഡിങ് അപ് ടു ദ മിഡ് തൊറാസിക് ക്യാവിറ്റി. ട്രക്കിയ എന്ന് പറയുന്നത് ഈ പറയുന്ന ട്യൂബാണ്. ഇത് എക്സ്റ്റെൻഡിങ് അപ് ടു ദ മിഡ് തൊറാസിക് ക്യാവിറ്റി. എന്നിട്ട് അത് ഫിഫ്ത്ത് തൊറാസിക് വെർട്ടിബ്രേറ്റ് അവിടെ വരുമ്പോൾ ഇറ്റ് വിൽ ബി ഡിവൈഡഡ് ഇൻ ടു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് primary bronchi. Each primary bronchi it will be divided into small secondary tertiary bronchi ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അത് ബ്രോങ്ക്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. സി ഹിയർ, ഇത് പ്രൈമറി ബ്രോങ്കൈ, ദിസ് ഇസ് സെക്കൻഡറി ബ്രോങ്കൈ, ദിസ് ഇസ് ടെറിഷറി ബ്രോങ്കൈ, അങ്ങനെ ഇത് ബ്രോങ്ക്യൂൾസ് ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആൻഡ് വി ക്യാൻ സി ദിസ് initial bronchiole, till the initial bronchiole from the trachea it is supported by incomplete cartilaginous rings. അത് ലങ്സ് കൊളാപ്സ് ചെയ്യാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അതായത് ട്രക്കിയ, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ബ്രോങ്കൈ ആൻഡ് ഇനീഷ്യൽ ബ്രോങ്ക്യൂൾ ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ കാർട്ടിലേജിനസ് റിംഗ്. അത് ഇൻകംപ്ലീറ്റ് കാർട്ടിലേജിനസ് റിംഗ് ആണ് കേട്ടോ. ഓരോ ടെർമിനൽ ബ്രോങ്ക്യൂളും എൻഡ് ചെയ്യുന്നത് ഒരു വെരി തിൻ ഇറഗുലർ വാൾഡ് വാസ്കുലറൈസ്ഡ് ബാഗ് സ്ട്രക്ചർ കോൾഡ് ആസ് ആൽവിയോളസിലാണ്. ഓരോ ടെർമിനൽ ബ്രോങ്ക്യൂളും എൻഡ് ചെയ്യുന്ന ആൽവിയോളസിലാണ്. ആൽവിയോളസിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 0.1 മില്ലിമീറ്റർ ആണ്. ഈ ബ്രാഞ്ചിങ് നെറ്റ്വർക്ക് ഓഫ് ബ്രോങ്കൈ, ബ്രോങ്ക്യൂൾ, ആൽവിയോളൈ ഇത്രയും കൂടിയതാണ് ലങ്സ് എന്ന് പറയുന്നത്. കണ്ടത് ഇത്രയും ഭാഗം. ഈ ബ്രാഞ്ചിങ് നെറ്റ്വർക്ക് എവിടെ നിന്ന് തുടങ്ങുന്നോ അവിടെ മുതലാണ് ലങ്സ് ഉണ്ടായിട്ടുള്ളത്. ലങ്സ് ഇറ്റ് ഈസ് കവേർഡ് ബൈ ഡബിൾ മെംബ്രെയിൻ കോൾഡ് ആസ് പ്ലൂറ. പ്ലൂറ
എന്ന് പറയുന്ന ഒരു ഡബിൾ മെംബ്രെയിൻ കവറിംഗ് ആണ്. അത് എങ്ങനെയായിരിക്കും ഇരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ബലൂൺ വീർപ്പിച്ചിട്ട് ആ ബലൂണിലേക്ക് ശക്തിയായിട്ട് ഇടിച്ചാൽ ആ ബലൂൺ പൊട്ടാതെ ഈ നമ്മൾ ഇടിക്കുന്ന ആ ഒരു ഭാഗം അത് നേരെ ഓപ്പോസിറ്റ് വോളിലേക്ക് ചെന്ന് അടുത്ത് നിൽക്കുന്ന പോലത്തെ. അപ്പോൾ ആ ബലൂൺ നമ്മൾ ആ ഇടിക്കുന്ന നമ്മുടെ ഫിസ്റ്റിനെ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ കാണില്ലേ, അങ്ങനെ ഒരു സ്ട്രക്ചറിലായിരിക്കും ഈ പ്ലൂറൽ മെംബ്രെയിൻ ഇരിക്കുന്നത്. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ആ ബലൂണിൻ്റെ രണ്ട് സൈഡിൻ്റെ ഇടയിൽ എന്താ ഉള്ളത്? എയർ. ഇവിടെ പ്ലൂറൽ ഫ്ലൂയിഡ് ആയിരിക്കും ഉണ്ടാവുക. ഈ പ്ലൂറൽ ഫ്ലൂയിഡ് ലങ്സിലെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതേപോലെ നമുക്കറിയാം ഔട്ടർ പ്ലൂറൽ മെംബ്രെയിൻ തൊറാസിക് ക്യാവിറ്റി ആയിട്ട് ക്ലോസ് കോൺടാക്റ്റിലും ഇന്നർ പ്ലൂറൽ മെംബ്രെയിൻ ലങ്സുമായിട്ട് ക്ലോസ് കോൺടാക്റ്റിലും ആയിരിക്കും കാണുക. ഈ പറയുന്ന തൊറാസിക് റീജിയനിൽ കാണുന്ന ലങ്സ് അതിൻ്റെ സെൻറ്റർ ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് മീഡിയാസ്റ്റീനം. ഈ മീഡിയാസ്റ്റീനത്തിലാണ് ഹാർട്ട് ഇരിക്കുന്നത്. ഹാർട്ട് കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ടിൽറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് ടിൽറ്റ് ചെയ്തായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ലങ് റൈറ്റ് ലങ്ങിനെ അപേക്ഷിച്ച് ഇച്ചിരി വലിപ്പത്തിന് വ്യത്യാസം ഉണ്ടാവും. റൈറ്റ് ലങ് 3 ചേമ്പറായിട്ട് ഡിവൈഡ് ചെയ്ത ലെഫ്റ്റ് ലങ് 2 ചേമ്പറായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലെഫ്റ്റ് ലങ് കുറച്ച് നാരോ ആയിട്ടായിരിക്കും കാണുക, കുറച്ച് നാരോ വൈഡ് ആയിട്ടായിരിക്കും. ഇതുണ്ട്, ഇത് വൈഡ് ആയിട്ടായിരിക്കുന്നത്, കുറച്ച് കൂടി നാരോ, അതിന് കുറച്ചും കൂടി വണ്ണം കുറവായിരിക്കും ലെഫ്റ്റ് ലങ്ങിന്, ബിക്കോസ് ഓഫ് ദിസ് മീഡിയാസ്റ്റീനം വേർ ദ ഹാർട്ട് ഈസ് ലൊക്കേറ്റഡ്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ കണ്ടക്റ്റിംഗ് പാർട്ടും അതുപോലെ തന്നെ എക്സ്ചേഞ്ച് പാർട്ടും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ നോസ്ട്രൽസ് മുതൽ ടെർമിനൽ ബ്രോങ്കിയോൾ വരെ കണ്ടക്റ്റിംഗ് പാർട്ടാണ്. അതിൽ കൂടെ വായു കടന്നു വരാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ആൽവിയോളസും അതിൻ്റെ ഡക്റ്റുമാണ് റെസ്പിറേറ്ററി ഓർ എക്സ്ചേഞ്ച് പാർട്ട് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ആൽവിയോളസിൻ്റെ അതുപോലെ തന്നെ അതിൻ്റെ ഡക്റ്റിലുമാണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് നടക്കുന്നത്. കണ്ടക്റ്റിംഗ് പാർട്ട് അറ്റ്മോസ്ഫിയറിക് എയറിനെ ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കും ആൽവിയോളസിലേക്ക്. ട്രാൻസ്പോർട്ട് ചെയ്യിക്കുന്ന സമയത്ത് ഈ എയറിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ സീ ദ ട്രക്കിയറ്റ് വിൽ ബി കവേർഡ് ബൈ സിലിയേറ്റഡ് കൊളുംനാർ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്നല്ലേ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സിലിയേറ്റഡ് സെൽസ് ഫോറിൻ പാർട്ടിക്കിൾസിനെ എല്ലാം റിമൂവ് ചെയ്ത് കളയും, സ്വീപ്പ് ഔട്ട് ചെയ്യും. അതുപോലെ തന്നെ ആ വരുന്ന എയറിനെ ഹ്യൂമിഡിഫൈസ് ചെയ്യും, അതായത് കുറച്ച് മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ ആഡ് ചെയ്ത് എയറിനെ ബോഡി ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരും ഈ പറയുന്ന കണ്ടക്ടിങ് സോണിൽ കൂടെ എയർ പാസ് ചെയ്യുന്ന സമയത്ത്. എക്സ്ചേഞ്ച് പാർട്ട് എന്ന് പറയുന്നത് ആക്ച്വൽ ഡിഫ്യൂഷൻ, ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ആക്ച്വൽ ഡിഫ്യൂഷൻ ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് അറ്റ്മോസ്ഫിയറിക് എയർ നടക്കുന്നത് ഈ പറയുന്ന എക്സ്ചേഞ്ച് റീജിയനിലാണ്, അല്ലെങ്കിൽ ആൽവിയോളസിലും ആൽവിയോളസിൻ്റെ ഡക്റ്റിൻ്റെ പാർട്ടിലും ആണ്. ഓക്കെ, ലങ്സ് സിറ്റുവേറ്റ് ചെയ്യുന്ന തൊറാസിക് ചേമ്പറിലാണ് അല്ലേ. എങ്ങനെയാണ് ഇനി ഇത് ബ്രീത്തിങ് നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ലങ്സിൻ്റെ ലൊക്കേഷനൊക്കെ അതിൻ്റെ അനാട്ടമിയൊക്കെ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ലങ്സ് സിറ്റുവേറ്റ് ചെയ്യുന്ന തൊറാസിക് ചേമ്പറിലാണ്. അനാട്ടമിക്കലി അതൊരു എയർ ടൈറ്റ് ചേമ്പറാണ്. ഈ തൊറാസിക് ചേമ്പർ ഡോർസലി കവർ ചെയ്തിട്ട് നമുക്ക് വെർട്ടിബ്രൽ കോളം കാണാൻ കഴിയും. അതായത് നമ്മുടെ പുറത്ത് വെർട്ടിബ്രൽ കോളാണ് അതിനെ കവർ ചെയ്തിട്ടില്ല. വെൻട്രലി ഒരു സ്റ്റെർണം ആണ് കാണുന്നത്. ലാറ്ററലി റിബ്സ് ആണ് അതിനെ കവർ ചെയ്തിട്ടില്ല. അതിൻ്റെ ലോവർ സൈഡിൽ ഡയഫ്രം ആയിരിക്കും. പുറത്ത് നമുക്ക് നമ്മുടെ പുറം ഭാഗത്ത് വെർട്ടിബ്രൽ കോളോ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് സ്റ്റെർണോ, അതുപോലെ നമ്മുടെ വാരിയലുണ്ടല്ലോ, 2 സൈഡിലേക്കും വാരിയലും, അതിൻ്റെ അടിഭാഗത്തേക്ക് അതായത് ആ സ്റ്റൊമക്കിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് ഡയഫ്രം ആണ് ഉള്ളത്. ഓക്കെ, ഇതിൻ്റെ അനാട്ടമിക്കൽ സെറ്റപ്പ് തൊറാക്സിൻ്റെ വോള്യം കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് സഹായിക്കും. ഈ തൊറാക്സിൻ്റെ വോള്യം കൂട്ടിയാലാണ് പൾമണറി ക്യാവിറ്റി അല്ലെങ്കിൽ ലങ്സിൻ്റെ വോള്യം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റുള്ളൂ. ലങ്സിൻ്റെ വോള്യം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇൻസ്പിരേഷനും എക്സ്പിരേഷനും നടക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്ട്രക്ചർ തൊറാസിക് ക്യാവിറ്റിയിൽ ഇങ്ങനെ ഒരു സ്ട്രക്ചറുള്ള ആ ഒരു പ്ലേസിൽ നമ്മൾ ലങ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി റെസ്പിറേഷനിൽ മേജർലി 5 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൾമനറി വെന്റിലേഷനാണ്. പൾമനറി വെന്റിലേഷൻ എന്ന് പറയുന്ന ബ്രീത്തിങ് ആണ്. അതായത് അറ്റ്മോസ്ഫിയറിക് എയർ ഉള്ളിലേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആൽവിയോളാർ എയർ റിലീസ് ചെയ്യുകയും ചെയ്യുന്ന അതിനെയാണ് നമ്മൾ ബ്രീത്തിങ് അല്ലെങ്കിൽ പൾമനറി വെന്റിലേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഗ്യാസിൻ്റെ ഡിഫ്യൂഷനാണ്. ആൽവിയോളാർ മെംബ്രെയിനും ആൽവിയോളസിൻ്റെ ഡക്റ്റിലും കൂടിയുള്ള ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഡിഫ്യൂഷനെയാണ് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഡിഫ്യൂസ് ചെയ്ത ഗ്യാസ് ഇറ്റ് ഹാസ് ടു ബി ട്രാൻസ്പോർട്ടഡ് ത്രൂ ദ ബ്ലഡ് ആണ് ടിഷ്യൂസിൽ കൊണ്ട് കൊടുക്കുന്ന ഓക്സിജനെയൊക്കെ. അതേപോലെ ഫോർത്ത് സ്റ്റെപ്പ് അത് ഓക്സിജനെ ക്യാരി ചെയ്യുന്ന ബ്ലഡിൽ നിന്ന് എവിടെയാണോ ഓക്സിജൻ്റെ ആവശ്യം ഉള്ളത്, എവിടെയാണോ കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യുക, എവിടെ നിന്നാണോ കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യേണ്ടത് അതിൻ്റെ ഡിഫ്യൂഷൻ നടക്കുന്നത്. ദാറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂ. ബ്ലഡിൻ്റെ ടിഷ്യൂവിൻ്റെ ഇടയ്ക്കുള്ള ഓക്സിജൻ്റെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഡിഫ്യൂഷനാണ് 4ാമത്തെ സ്റ്റെപ്പ്. ഇനി 5ാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊണ്ട് കൊടുക്കുന്ന ഓക്സിജൻ, അതായത് ബ്ലഡ് കൊണ്ട് കൊടുക്കുന്ന ഓക്സിജനെ
സെൽസിൽ വെച്ച് കാറ്റബോളിക് റിയാക്ഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയും സെല്ലുലാർ റെസ്പിറേഷൻ നടന്നതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുകയും ചെയ്യുന്നതാണ് 5ാമത്തെ സ്റ്റെപ്പ്. ഇനി നമുക്ക് മെക്കാനിസം ഓഫ് ബ്രീത്തിങ് നോക്കാം കേട്ടോ. ബ്രീത്തിങ് 2 സ്റ്റേജസ് ആണുള്ളത്. ഒന്ന് ഇൻസ്പിരേഷനും ഒന്ന് എക്സ്പിരേഷനും. ഇൻസ്പിരേഷൻ എടുക്കുന്ന സമയം 2 സെക്കൻഡ്സ് ആണ്. എക്സ്പിരേഷൻ നമ്മൾ എടുക്കുന്ന സമയം 3 സെക്കൻഡ്സ് ആണ് കേട്ടോ. അറ്റ്മോസ്ഫിയറിക് എയർ ഉള്ളിലേക്ക് എടുക്കുന്നതിന് ഇൻസ്പിരേഷൻ എന്നും ആൽവിയോളാർ എയർ പുറത്തേക്ക് കളയുന്നതിന് നമ്മൾ എക്സ്പിരേഷൻ എന്നും പറയും. ഓക്കെ, ഈ എയർ ഉള്ളിലേക്ക് എടുക്കുന്ന ഒരു പ്രഷർ ഗ്രേഡിയൻറ്റ് വെച്ചിട്ടാണ് ഈ ഇൻസ്പിരേഷനും എക്സ്പിരേഷനും നടക്കുന്നത്. എങ്ങനെയാണ് ഒരു പ്രഷർ ഗ്രേഡിയൻ്റ് അല്ലെങ്കിൽ ഒരു പ്രഷറിൻ്റെ ഡിഫറൻസ് അറ്റ്മോസ്ഫിയറും തൊറാസിക് ക്യാവിറ്റിയും ഇടയിൽ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇൻസ്പിരേഷൻ ക്യാൻ ഒക്കർ ഇഫ് ദ പ്രഷർ വിത്തിൻ ദ ലങ്സ് ഇഫ് ഇറ്റ് ഈസ് ലെസ് ആസ് കമ്പയർഡ് ടു അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിനെ അപേക്ഷിച്ച് തൊറാസിക് ക്യാവിറ്റിയിൽ അല്ലെങ്കിൽ ലങ്സിൻ്റെ ഉള്ളിലെ പ്രഷർ കുറവാവുകയാണെങ്കിൽ അവിടെ ഇൻസ്പിരേഷൻ നടക്കും. പ്രഷർ കുറയാൻ വേണ്ടിയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ് നമുക്കറിയാം. നമ്മുടെ ചെസ്റ്റ് റീജിയൻ എന്ന് പറയുന്നത് വെൽ പ്രൊട്ടക്റ്റഡ് ആണ് അല്ലേ. അത് ബോൺസ് കൊണ്ടൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് തന്നെ നമ്മൾ പറഞ്ഞു, വെർട്ടിബ്രൽ കോളം ബാക്കിലും സ്റ്റെർണം ഫ്രണ്ടിലും അതുപോലെ തന്നെ ലാറ്ററൽ സൈഡിൽ റിബ്സും ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. അവിടെ ഒരു മെംബ്രെയിൻ എന്ന് പറയാൻ പാകത്തിന് ഡയഫ്രം മാത്രമേ ഉള്ളൂ. അതാണ് കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉള്ളത്. അതുകൊണ്ട് എങ്ങനെയാണ് പൾമനറി ക്യാവിറ്റിയുടെ വോളിയം കൂട്ടുന്നത്? പൾമനറി ക്യാവിറ്റിയുടെ വോളിയം കൂട്ടാൻ വേണ്ടിയിട്ട് ദർ ഷുഡ് ബി സം കൺട്രാക്ഷൻ ഓഫ് മസിൽസിൻ്റെ കൺട്രാക്ഷൻ നടക്കണം. നമ്മുടെ റിബ്സിൻ്റെ മേലെ കൂടെ ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ചാൽ എങ്ങനെ ഇരിക്കുമോ അതേപോലത്തെ ഒരു സ്ട്രക്ചറുള്ള ഇന്റർകോസ്റ്റൽ മസിൽസ് ഉണ്ട് അവിടെ ഈ റിബ്സിനെ കവർ ചെയ്തിട്ട്. അത് ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസും ഉണ്ട്, എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിലും ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറേ മസിൽ പാച്ചസും ഉണ്ട് കേട്ടോ. ഇതിനകത്ത് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് എന്ന് പറയുന്നത് നമ്മുടെ റിബ്സിനെ കവർ ചെയ്ത് ഏറ്റവും പുറത്ത് കാണുന്ന ഒരു പ്ലാസ്റ്റർ പോലത്തെ മസിലാണ്. അതാണ് നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം ഡോർസോ വെൻട്രലി കൂട്ടാൻ സഹായിക്കുന്നത്. തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം ഡോർസോ വെൻട്രലി കൂട്ടാൻ സഹായിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഇങ്ങനെ ശ്വാസം കഴിക്കുമ്പോൾ നമ്മുടെ ചെസ്റ്റ് ഫ്രണ്ടിലേക്ക് വരും അല്ലേ. ആ ചെസ്റ്റ് ഫ്രണ്ടിലേക്ക് വരാൻ അതാണ് ഡോർസോ വെൻട്രലി അത് മുമ്പിലേക്കും ഡോർസലി പുറത്തേക്ക് പോകും. ആ ഡോർസോ വെൻട്രലിൻ്റെ വോളിയം കൂട്ടാൻ സഹായിക്കുന്നത് ഇന്റർകോസ്റ്റൽ മസിലാണ്. അതേപോലെ നമുക്ക് ഈ അബ്ഡോമിനെയും അതുപോലെ ചെസ്റ്റിനെയും സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ഡയഫ്രം ഉണ്ട്. ഈ ഡയഫ്രം ഡോം ഷേപ്പിലായിരിക്കുന്നത്. ഡോം ഷേപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് ഡയഫ്രം ഇരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്ന ഈ ഡയഫ്രം ഈ ഷേപ്പിലിരിക്കുന്ന ഒരു ഡയഫ്രം ഇത് ഫ്ലാറ്റൻഡ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും വന്നിട്ട് കൺട്രാക്ട് ചെയ്യും. ഈ ഡയഫ്രം വന്ന് കൺട്രാക്ട് ചെയ്യും. സോ the intercostal muscles contraction and diaphragm contraction that will make the thoracic cavity big as compared to the previous one, or its volume will be increased. ഇവിടെ diaphragm it will help in increase the volume of the thoracic cavity in anterior posterior direction. അതായത് മുകളിലേക്കും താഴേക്കും അതിൻ്റെ വോളിയം കൂട്ടാൻ സഹായിക്കും. Once the volume of the pulmonary cavity thoracic cavity increases, automatically the pulmonary region also will be increase its volume. ലങ്സിൻ്റെ വോളിയം കൂടുന്തോറും പ്രഷർ കുറയുന്നതാണ് ബോയിൽസ് ലോ പറയുന്നത് അല്ലേ. അപ്പോൾ വോളിയം കൂടുന്തോറും പ്രഷർ കുറയുന്നതുകൊണ്ട് വി ക്യാൻ സീ the pressure inside the pulmonary cavity it will be very less as compared to atmospheric pressure. അപ്പോൾ എന്താവും? atmospheric pressure ഹൈ പ്രഷറിൽ നിന്ന് എയർ ഓട്ടോമാറ്റിക്കലി it will start moving inside through our nostril. Okay, once the air goes inside the lungs എന്താവും? ലങ്സിലെ പ്രഷർ കൂടും. ലങ്സിലെ പ്രഷർ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സീ ദ റിലാക്സേഷൻ ഓഫ് ഇന്റർകോസ്റ്റൽ മസിൽസ് ആൻഡ് ദ ഡയഫ്രം. റിലാക്സേഷൻ ഓഫ് ഡയഫ്രം ആൻഡ് ഇന്റർകോസ്റ്റൽ മസിൽ സംഭവിച്ചാൽ എന്ത് പറ്റും? ആ റിബ്സ് മുഴുവൻ താഴത്തേക്ക് പോകും. അതായത് ഡോർസോ വെൻട്രലി അതിൻ്റെ വോളിയം കുറയും. അതേപോലെ തന്നെ ആൻറ്റീരിയോ പോസ്റ്റീരിയർ ഡയറക്ഷനിൽ ഡയഫ്രം ഡോം ഷേപ്പ് ആവുമ്പോൾ അവിടെയും അതിൻ്റെ വോളിയം കുറയും. സോ ഓട്ടോമാറ്റിക്കലി വാട്ട് വിൽ ഹാപ്പൻ ഇൻസൈഡ് ദ ചെസ്റ്റ് ക്യാവിറ്റി? ദ വോളിയം വിൽ ബി ഡിക്രീസ്ഡ്. അപ്പോൾ അവിടുത്തെ പ്രഷർ കൂടും. പ്രഷർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോവർ പ്രഷർ അറ്റ്മോസ്ഫിയറിലാവുമ്പോൾ the air which is present inside the lungs it will be released out. അങ്ങനെയാണ് എക്സ്പിരേഷൻ നടക്കുക. ഇവിടെ ഇൻസ്പിരേഷന് വേണ്ടിയിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 2 സെക്കൻഡ്സും എക്സ്പിരേഷന് വേണ്ടിയിട്ട് എടുക്കുന്ന സമയം 3 സെക്കൻഡ്സുമാണ്. ഒരു അഡൽട്ട് ഒരു ഹ്യൂമൻ ബീങ് ആൻഡ് ആവറേജ് റെസ്പിറേഷൻ റേറ്റ് നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രീത്തിങ് റേറ്റ് നോക്കി കഴിഞ്ഞാൽ 12 മുതൽ 16 പ്രാവശ്യം 1 മിനിറ്റിൽ അത് ബ്രീത്ത് ചെയ്യും. 12 മുതൽ
16 മിനിറ്റ് ബ്രീത്ത് ചെയ്യും. അതേപോലെ തന്നെ വെരി സ്മോൾ ഇൻഫൻസിലാണെങ്കിൽ അവരുടെ ബ്രീത്തിങ് വന്നിട്ട് ഏകദേശം 44 ടൈംസ് ഉണ്ടാവും. ഓക്കെ, അതേപോലെ ഓരോ പ്രാവശ്യവും എത്രമാത്രം എയർ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട് എന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദർ ഈസ് എ സ്പെഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് ഈസ് കോൾഡ് സ്പൈറോമീറ്റർ. അത് വെച്ചിട്ട് നമുക്ക് സ്പൈറോമീറ്റർ വെച്ചിട്ട് നമ്മൾ എത്രമാത്രം ബ്രീത്ത് ഇൻ ചെയ്യുന്നുണ്ട്, എത്രമാത്രം ബ്രീത്ത് ഔട്ട് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ മെഷർ ചെയ്യാനും പൾമണറി ഫങ്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും കേട്ടോ. സ്പൈറോമീറ്റർ വെച്ചിട്ട് നമുക്ക് 4 ഡിഫറെൻറ്റ് വോള്യൂംസ് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ മെഷർ ചെയ്യാം. ടൈഡൽ വോള്യൂം, ഇൻസ്പിരേറ്ററി റിസർവ് വോള്യൂം, എക്സ്പിരേറ്ററി റിസർവ് വോള്യൂം ആൻഡ് റെസിഡുവൽ വോള്യൂം. ഈ 4 വോള്യൂംസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലങ്സിൻ്റെ പലതരത്തിലുള്ള കപ്പാസിറ്റീസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ടൈഡൽ വോള്യൂം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ നോർമലായിട്ട് ഇൻസ്പയർ ചെയ്യുകയും എക്സ്പയർ ചെയ്യുകയും ചെയ്യുമ്പോൾ എത്രമാത്രം എയറാണോ ഉള്ളിലേക്ക് എടുക്കുകയും എത്രമാത്രം എയറാണോ പുറത്തേക്ക് കളയുകയും ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. 500 ml എയർ ആണ് ഒരു ഹെൽത്തി പേഴ്സൺ ഇൻസ്പയർ ചെയ്യുകയും എക്സ്പയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു നോർമലി. സോ 1 മിനിറ്റിൽ 12 to 16 ടൈംസ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ 500 into 12 or 500 into 16, അത് 6000 to 8000 ml of air per minute a person can take inside and breathe out. അതുപോലെ ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ ടൈഡൽ വോളിയത്തിന് അഡീഷണൽ ആയിട്ട് നമുക്ക് എത്രമാത്രം ഒരു ഡീപ്പ് ബ്രീത്ത് കൊണ്ട് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും, അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം വന്നിട്ട് 2500 to 3000 ml, അതായത് 500 ml എയറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 500 ml കൂടെ 2500 മുതൽ 3000 ml എയറും കൂടി അഡീഷണൽ എടുക്കാൻ പറ്റും. അതാണ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. ഇനി എക്സ്പിരേറ്ററി റിസർവ് വോളിയം, ടൈഡൽ വോളിയത്തിൽ നമ്മൾ 500 ml എയറാണ് പുറത്തേക്ക് വിടുന്നതെങ്കിൽ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ വഴി നമുക്കൊരു 1000 to 1100 ml കൂടെ എക്സ്പയർ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ എക്സ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. ഇനി റെസിഡുവൽ വോളിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലങ്സിൻ്റെ ഉള്ളിൽ ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ലങ്സിൻ്റെ ഉള്ളിൽ എത്രമാത്രം എയർ പോവാതെ നിൽക്കുന്നുണ്ട്, അതിനെ നമ്മൾ റെസിഡുവൽ വോളിയം എന്ന് പറയുന്നത്. അത് ഏകദേശം 1100 ml to 1200 ml ആയിരിക്കും. ഓക്കെ, ഇത് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇൻസ്പിരേറ്ററി കപ്പാസിറ്റിയും എക്സ്പിരേറ്ററി കപ്പാസിറ്റിയും ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റിയും വൈറ്റൽ കപ്പാസിറ്റിയും ടോട്ടൽ ലങ് കപ്പാസിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് നമ്മൾ എത്രമാത്രം ബ്രീത്ത് ചെയ്യും, അതിന് അഡീഷണലായിട്ട് എത്രമാത്രം ഇൻസ്പിരേറ്ററി റിസർവ് വോള്യൂം നമ്മൾ എടുക്കുന്നുണ്ട് ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ വഴി, അത്രയാണ് നമ്മുടെ ഇൻസ്പിരേറ്ററി, അത്രയാണ് നമുക്ക് ടോട്ടലായിട്ട് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നത്. സോ ഹിയർ ദ ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി വിൽ ബി ടൈഡൽ വോള്യൂം പ്ലസ് ഇൻസ്പിരേറ്ററി റിസർവ് വോള്യൂം. നമുക്കറിയാം ടൈഡൽ വോള്യൂം 500 ആണ്, ഇൻസ്പിരേറ്ററി റിസർവ് വോള്യൂം 2500 to 3000 ആണ്. സോ ഹിയർ ദ ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി വന്നിട്ട് 3000 to 3500 ml എയർ ആയിരിക്കും. ഓക്കെ, ഇനി എക്സ്പിരേറ്ററി കപ്പാസിറ്റി, ടോട്ടൽ വോള്യൂം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ നോർമലി പ്ലസ് ദ എക്സ്പിരേറ്ററി റിസർവ് വോള്യൂം, അതായത് ഫോഴ്സ്ഫുള്ളി നമുക്ക് എത്ര എക്സ്പയർ ചെയ്യാൻ പറ്റും, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ടൈഡൽ വോള്യൂം പ്ലസ് എക്സ്പിരേറ്ററി റിസർവ് വോള്യൂം. നമുക്കറിയാം ടൈഡൽ വോള്യൂം 500 ആണ്, എക്സ്പിരേറ്ററി റിസർവ് വോള്യൂം 1000 to 1100 ആണ്. സോ ഹിയർ ദ എക്സ്പിരേറ്ററി കപ്പാസിറ്റി വിൽ ബി 1500 to 1600 ആയിരിക്കും. ഇനി ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി. ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു ദ വോള്യൂം ഓഫ് എയർ ദാറ്റ് റിമെയിൻ ഇൻ ദ ലങ്സ് ആഫ്റ്റർ എ നോർമൽ എക്സ്പിരേഷൻ. ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ലങ്സിൽ നിൽക്കുന്ന റെസിഡുവൽ കപ്പാസിറ്റി എന്ന് പറയും. ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നോർമൽ എക്സ്പിരേഷൻ കഴിഞ്ഞിട്ട് പിന്നെ എത്രമാത്രം എയർ നമ്മുടെ ലങ്സിൽ ഉണ്ടാവും. അപ്പോൾ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷനിൽ പോകുന്ന എയറും റെസിഡുവൽ വോള്യൂം കൂടി കൂടിയതായിരിക്കും. എക്സ്പിരേറ്ററി റിസർവ് വോള്യൂം പ്ലസ് റെസിഡുവൽ വോള്യൂം, ദാറ്റ് ഈസ് ദ ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി. ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി എക്സ്പിരേറ്ററി റിസർവ് വോള്യൂം പ്ലസ് റെസിഡുവൽ വോള്യൂം ആയതുകൊണ്ട് 1000 to 1100 പ്ലസ് 1100 to 1200 എന്ന് പറഞ്ഞാൽ 2100 to 2300 വിൽ ബി ദ ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി. ഇനി വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ദ മാക്സിമം വോള്യൂം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഇൻ ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ. ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ കഴിഞ്ഞതിന് ശേഷം മാക്സിമം എത്രമാത്രം എയർ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇൻസ്പിരേറ്ററി കപ്പാസിറ്റിയുടെ കൂടെ എക്സ്പിരേറ്ററി റിസർവ് വോള്യൂം കൂടി ആഡ് ചെയ്താൽ മതി അല്ലേ. എക്സ്പിരേറ്ററി റിസർവ് വോള്യൂം പ്ലസ് ടൈഡൽ വോള്യൂം പ്ലസ് ഇൻസ്പിരേറ്ററി റിസർവ് വോള്യൂം. സോ ഹിയർ വി ക്യാൻ സേ ദ എക്സ്പിരേറ്ററി റിസർവ് വോള്യൂം ഇറ്റ് വിൽ ബി 1000 to 1100, ടൈഡൽ വോള്യൂം 500, ഇൻസ്പിരേറ്ററി റിസർവ് വോള്യൂം 2500 to 3000. സോ ടോട്ടൽ 4000 to 4600 ml എയർ ഒരു ആൾക്ക് ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ കഴിഞ്ഞതിന് ശേഷം ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന്
എന്ന് പറയുന്നത്. ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വൈറ്റൽ കപ്പാസിറ്റിയുടെ കൂടെ റെസിഡുവൽ വോളിയം കൂടെ ആഡ് ചെയ്താൽ മതി. അതായത് എത്രമാത്രം ലങ്ങിൽ ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളതാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ ഹിയർ വി ക്യാൻ സേ ദ ടോട്ടൽ വോളിയം ഓഫ് എയർ അക്കോമഡേറ്റഡ് ഇൻസൈഡ് ദ ലങ്സ് അറ്റ് ദി എൻഡ് ഓഫ് ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ. ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ കഴിഞ്ഞതിന് ശേഷം എത്രമാത്രം എയർ ലങ്സിൽ ഉൾക്കൊള്ളാൻ കഴിയും, അതിന് നമ്മൾ ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഇൻക്ലൂഡ് റെസ്പിറേറ്ററി വോളിയം, എക്സ്പിറേറ്ററി റിസർവ് വോളിയം, ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. So here it will be 1100 to 1200, then 1000 to 1100 plus 500 plus 2500 to 3000. So it will be around 5100 to 5800 ml of air can be accommodated inside the lungs. Now there are some dead volume, there is some dead volume inside the lung. ലങ്സിൻ്റെ ഉള്ളിൽ ഡെഡ് വോളിയം കാണും. ഡെഡ് വോളിയം ഓഫ് എയർ എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ചിൽ ടേക്ക് പാർട്ട് ചെയ്യാത്ത എയർ ഏകദേശം 150 ml കണ്ടക്ടിങ് സോണിൽ കാണുന്നതിന്, ഇതൊരിക്കൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കണ്ടക്ടിങ് സോണിൽ എക്സ്ചേഞ്ച് ചെയ്യപ്പെടാത്ത ഗ്യാസ് കാണുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡെഡ് വോളിയം ഓഫ് എയർ എന്ന് പറയുക. ഡെഡ് സ്പേസ് ഇസ് 150 ml, ഡെഡ് സ്പേസ് ഇസ് കണ്ടക്ടിങ് സോൺ ആൻഡ് 150 ml ഈസ് ദ ഡെഡ് വോളിയം. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്, എങ്ങനെയാണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്? ആൽവിയോളസിൽ നിന്ന് ബ്ലഡിലേക്കും ടിഷ്യൂസിൽ നിന്ന് ബ്ലഡിലേക്കും എങ്ങനെയാണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് നടക്കുന്നത് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. സാധാരണ ഡിഫ്യൂഷൻ വഴിയാണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുക. അത് പ്രഷർ ഗ്രേഡിയൻറ്റോ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റോ വഴി ഈ പറയുന്ന ഡിഫ്യൂഷൻ സംഭവിക്കാം. ഡിഫ്യൂഷൻ നടക്കുന്നത് 3 ലെയർ സെൽസിൽ കൂടിയാണ്. അതായത് ഈ ആൽവിയോളസിൻ്റെ എപ്പിത്തീലിയൽ സെൽസും അതുപോലെ തന്നെ ബ്ലഡ് കാപ്പിലറീസിൻ്റെ എൻഡോതീലിയം അതുപോലെ തന്നെ അതിൻ്റെ ബേസ്മെൻറ്റ് മെംബ്രെയിനും, ആ 3 ലെയേഴ്സ് വഴിയാണ്, 2 സെൽസും ഒരു എപ്പിത്തീലിയത്തിൻ്റെ ബേസ്മെൻറ്റ് മെംബ്രെയിനും വഴിയാണ് ഇതിൻ്റെ എക്സ്ചേഞ്ച് നടക്കുക. ഓക്കെ, അപ്പോൾ പ്രഷർ ഡിഫറൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഗ്യാസ്, അതാണ് അതിൻ്റെ എക്സ്ചേഞ്ച് നടക്കാനുള്ള കാരണം. അപ്പോൾ ഓരോ ഗ്യാസിനും ഓരോ പാർഷ്യൽ പ്രഷർ ഉണ്ട്, അത് ഓരോ ഭാഗത്തും അത് വ്യത്യാസപ്പെട്ടിരിക്കും. അതായത് അറ്റ്മോസ്ഫിയറിലെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്ന ഓക്സിജൻ്റെ മാത്രം പ്രഷർ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ PCO2, ദാറ്റ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാത്രം പ്രഷർ. അതുപോലെ തന്നെ ആൽവിയോളസിലും പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഉണ്ട്, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അതുപോലെ ടിഷ്യൂസിലും ഉണ്ട്, അതുപോലെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിലും ഓക്സിജനേറ്റഡ് ബ്ലഡിലും ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, യു ഹാവ് ടു സ്റ്റഡി ദിസ്. സി, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ അറ്റ്മോസ്ഫിയറിക് എയറിൽ 159 ആണ്. ആൽവിയോളസിൽ 104 പാർഷ്യൽ പ്രഷറേ ഉള്ളൂ. ബ്ലഡിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിലാണെങ്കിൽ 40 mmHg പാർഷ്യൽ പ്രഷറാണ് ഓക്സിജൻ ഉള്ളത്. അതേപോലെ ഓക്സിജനേറ്റഡ് ബ്ലഡിൽ 95 mmHg പാർഷ്യൽ പ്രഷർ ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ ടിഷ്യൂസിൽ 40 mmHg പാർഷ്യൽ പ്രഷർ ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് എയറിൽ 0.3 mmHg ആണ്. ആൽവിയോളസിലെ പെർസെൻറ്റേജ് അല്ലാട്ടോ 0.3 mmHg പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. എത്ര പെർസെൻറ്റേജ് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടെന്ന് ചോദിച്ചാൽ 0.03% ആണ്. ഇത് പെർസെൻറ്റേജ് അല്ല നമ്മൾ പറഞ്ഞിട്ടില്ല. അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ എത്രയാണെന്നാണ് പറഞ്ഞത്. ആൽവിയോളസിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് 40 mmHg ആണ്. ഡീഓക്സിജനേറ്റഡ് ബ്ലഡിൽ 45 mmHg ആണ്. ഓക്സിജനേറ്റഡ് ബ്ലഡിൽ 40 mmHg, ടിഷ്യൂസിൽ 45 mmHg. അപ്പോൾ നോക്കിക്കേ, അറ്റ്മോസ്ഫിയറിക് എയറിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ 159 ആണെങ്കിൽ അത് ആൽവിയോളയിലേക്ക് കയറിയപ്പോൾ 104 mmHg ആയി. അറ്റ്മോസ്ഫിയറിക് എയറിൽ 0.3 mmHg കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ ആൽവിയോളസിൽ 40 mmHg കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഡീഓക്സിജനേറ്റഡ് ബ്ലഡിൽ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 40 mmHgയും കാർബൺ ഡൈ ഓക്സൈഡ് 45 mmHg ആണ്. ഓക്സിജനേറ്റഡ് ബ്ലഡിൽ 95 mmHg ആണ് ഓക്സിജൻ എങ്കിൽ 40 mmHg ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജനേറ്റഡ് ബ്ലഡിൽ. ടിഷ്യൂസിൽ 40 mmHg ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ 45 mmHg ആണ് കേട്ടോ. ഇതൊരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ്. ഈ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം എങ്ങനെയായിരിക്കും അതിൻ്റെ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് നമുക്ക് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നമ്മൾ നോക്കിയാൽ ഈ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ ആൽവിയോളസിൽ കൂടുതലാണ്, ഡീഓക്സിജനേറ്റഡ് ബ്ലഡിൽ കുറവാണ്. അപ്പോൾ എന്താവും, ആൽവിയോളസിൽ നിന്ന് ഓക്സിജൻ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിലേക്ക് വന്ന് അത് ഓക്സിജനേറ്റഡ് ബ്ലഡായിട്ട് മാറും. അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ ആൽവിയോളസിൽ കുറവാണ്, ഡീഓക്സിജനേറ്റഡ് ബ്ലഡിൽ കൂടുതലാണ്. അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് വന്നിട്ട് ആൽവിയോളസിലേക്ക് പോകും, ഓക്സിജൻ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് കയറും. അങ്ങനെയാണ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഓക്സിജനേറ്റ് ആയി മാറുന്നത്. ഇനി അതിൻ്റെ എക്സ്ചേഞ്ച്
നടക്കുന്ന 3 ലെയേഴ്സ് വഴിയാണ് നമ്മൾ പറഞ്ഞു. എയർ, ആൽവിയോളാർ ക്യാവിറ്റിയിലുള്ള എയർ, ഇറ്റ് ഹാസ് ടു പാസ് ത്രൂ ദ ആൽവിയോളാർ മെംബ്രെയിൻ ആൻഡ് ഇറ്റ് ഹാസ് ടു പാസ് ത്രൂ ദ ബേസ്മെന്റ് മെംബ്രെയിൻ ഓഫ് ദ എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് കാപ്പിലറി ആൻഡ് ഇറ്റ് ഹാസ് ടു പാസ് ത്രൂ ദ എൻഡോത്തീലിയം. ഇങ്ങനെ 3 ലെയർ വഴി ഈ ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും. അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസ് ചെയ്ത് ആൽവിയോളാർ ക്യാവിറ്റിയിലേക്കും കയറും. Okay, now the gradient pressure of for the carbon dioxide and oxygen, it will help in opposite movement of this oxygen and carbon dioxide, we can see. ഇനി കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നോക്കിക്കേ, 40 mmHg ആണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ ആൽവിയോളസിൽ. ഇതിൽ 45 mmHg, ആകെ 5 mmHgയുടെ ഡിഫറൻസേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ഏബിൾ ടു ഡിഫ്യൂസ് അക്കോർഡിംഗ് ടു ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ടു ദ ആൽവിയോളസ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡിഫ്യൂഷൻ പവർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് മച്ച് ഹയർ ദാൻ ഓക്സിജൻ. അതുകൊണ്ട് തന്നെ ആ 45 mmHg നിന്ന് 40 mmHgയിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് അത് ഈസി ആയിട്ട് ഡിഫ്യൂസ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാം. ഇനി ഞാൻ ഇവിടെ ഡയഗ്രത്തിൽ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. 104 mmHg ആൽവിയോളസിലെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് 140 mmHg. ഇനി നോക്ക്, ഇതാണ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് പമ്പ് ചെയ്യുന്ന റൈറ്റ് വെൻട്രിക്കിൾ. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പോകുന്ന ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് പൾമനറി ആർട്ടറി വഴിയാണ് പമ്പ് ചെയ്യുന്നത്. വെൻ ഇറ്റ് റീച്ചസ് ടു ദിസ് റീജൻ വി ക്യാൻ സി പൾമനറി ആർട്ടറിയിലെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 40 mmHg ആണ്. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 45 mmHg ആണ്. ഇവിടെ എത്തുമ്പോൾ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ 104 mmHg ആണ്, ഇവിടെ 40 mmHg ആണ്. അപ്പോൾ ഒരു 64ന്റെ ഡിഫറൻസ് ഉണ്ട്, 64 mmHgയുടെ ഡിഫറൻസ് ഉണ്ട്. സോ ഓട്ടോമാറ്റിക്കലി വാട്ട് ഹാപ്പൻ ഫ്രം ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ ഓക്സിജൻ വിൽ കം. കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ 45 mmHg ആണ് ഇവിടെ, 40 mmHg ആണ് ഇവിടെ. ഇവിടെ 5 mmHgയുടെ ഡിഫറൻസേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ കാർബൺ ഡൈ ഓക്സൈഡ് വിൽ മൂവ് ഇൻ ടു ദിസ് ഡയറക്ഷൻ, ഓക്സിജൻ വിൽ മൂവ് ഇൻ ദിസ് ഡയറക്ഷൻ. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ഈ ഡയറക്ഷനിൽ മൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 40 ആണ്. ഇനി ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിട്ട് ഇങ്ങോട്ട് പോരുന്ന ഇവിടുത്തെ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും എന്താണ്, 40 mmHg ആണ്. കംപ്ലീറ്റ് കാർബൺ ഡൈ ഓക്സൈഡിനെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്ത് കൊടുത്തു ആര്, ഈ പറയുന്ന ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. പക്ഷേ ഓക്സിജൻ നോക്കിക്കേ, ഇവിടുത്തെ 104 mmHg ആണ്, ഇവിടെ 95 mmHg മാത്രമാണ് ഇവിടുത്തെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത്. സോ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഈസ് നോട്ട് ഏബിൾ ടു ടേക്ക് കംപ്ലീറ്റ് ഓക്സിജൻ ഫ്രം ദ ആൽവിയോളസ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടുത്തെ ഡിഫ്യൂഷൻ പവർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അത്രയും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അതും മനസ്സിൽ വെച്ചോളണം. ദെൻ ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ സി ദിസ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇറ്റ് ഈസ് പമ്പിങ് ത്രൂ ദ സിസ്റ്റമിക് ആർട്ടറി, അല്ലെങ്കിൽ നമുക്ക് അയോർട്ട വഴി ഇത് പമ്പ് ചെയ്യുന്ന കാണാം. അയോർട്ട വഴി ഇത് പമ്പ് ചെയ്ത് വെൻ ഇറ്റ് റീച്ചസ് ടു ദ ടിഷ്യൂസ് റീജിയൻ, ഈ ടിഷ്യൂ റീജിയനിലും പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറവായിരിക്കും, 40 mmHg ആയിരിക്കും. കാരണം എന്താണ്, ഈ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ടിഷ്യൂസിൽ കുറവാകാൻ കാരണം ഇവിടെ കണ്ടിന്യൂസ് റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. ഇതൊരു ഫാക്ടറി പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആണ് ശരിക്കും പറയുന്നത് ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്ത് 40 mmHg മാത്രമാണ് ഇവിടെ ഓക്സിജൻ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെയോ 95 mmHg ഓക്സിജൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓക്സിജൻ ഇവിടുന്ന് ഇങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്ത് ഇറങ്ങാം അക്കോർഡിംഗ് ടു ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. പക്ഷേ ഇവിടെ നോക്കിക്കേ, കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ അവിടെ കൂടുതലാണ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ അവിടെ കുറവാണ്. അപ്പോൾ എന്താവും, ഓട്ടോമാറ്റിക്കലി കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങോട്ട് മൂവ് ആവും, 45 നിന്ന് 40ലേക്ക് മൂവ് ആവും. ദെൻ ആഫ്റ്റർ ദാറ്റ് ദിസ് വിൽ റിസീവ് ദ 45 mmHg. സോ അക്കോർഡിംഗ് ടു ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ് മൂവ്മെന്റ് ഓഫ് ഗ്യാസ് നടക്കുന്നത്. സോ ഹിയർ വി ക്യാൻ സി ദിസ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഇറ്റ് വിൽ ബി പാസ് അഗെയിൻ ബാക്ക് to the heart for pumping. Okay, അങ്ങനെയാണ് ആ ഡബിൾ സർക്കുലേഷൻ, ഓക്സിജനേറ്റഡ് ആൻഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് സെപ്പറേറ്റ് സർക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് നമുക്ക് നോക്കാം. ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസ്, ബ്ലഡ് ഈസ് ദ മീഡിയം ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. 97% ഓക്സിജനും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഹീമോഗ്ലോബിൻ വഴിയാണ്, RBC കൂടിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഏകദേശം 3% ഓക്സിജൻ മാത്രമാണ് പ്ലാസ്മ വഴി ട്രാൻസ്പോർട്ട് ചെയ്യുന്നുള്ളൂ. സോ ഹിയർ 100 ml ബ്ലഡിന് ഏകദേശം 5 ml ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കാനുള്ള കഴിവുണ്ട് കേട്ടോ. 100 ml ബ്ലഡിന് 5 ml ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കാനുള്ള കഴിവുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഓക്സി ഹീമോഗ്ലോബിൻ ഫോമിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഇനി 20 to 25% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് RBC വഴിയാണ്. അതായത് 20 to 25% കാർബൺ ഡൈ ഓക്സൈഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുന്ന RBCയിലിരിക്കുന്ന ഹീമോഗ്ലോബിൻ ഈ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബമിനോ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്. അതുവഴിയാണ് 20 to 25% കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുന്നത്. ഇനി 70% കാർബൺ ഡൈ ഓക്സൈഡ് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുന്ന ബൈകാർബണേറ്റ് ഫോമിലാണ്, പ്ലാസ്മ വഴിയാണ്. 7% കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുന്നത് ചുമ്മാ ത്രൂ പ്ലാസ്മ വഴിയാണ് കേട്ടോ. അതായത് 70% പ്ലാസ്മ വഴിയല്ല, RBC വഴി തന്നെ, പക്ഷേ ബൈകാർബണേറ്റിന്റെ ഫോമിലാണ്, കാർബമിനോ ഹീമോഗ്ലോബിന്റെ ഫോമിലല്ല. 7% കാർബൺ ഡൈ ഓക്സൈഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുന്ന പ്ലാസ്മ വഴിയാണ്. ഓക്കെ, ഇനി നമുക്ക് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ നോക്കാം. ഓക്സിജന്റെ ട്രാൻസ്പോർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് RBC ബൈകോൺകേവ് ഷേപ്പുള്ള ഒരു RBC
സിയുടെ ഉള്ളിൽ ഹീമോഗ്ലോബിൻ 270 to 280 മില്യൺ ഹീമോഗ്ലോബിൻ ഉണ്ടാവും ഒരു ആർ ബി സിയുടെ ഉള്ളിൽ. നമുക്കറിയാം ആർ ബി സിയുടെ ഉള്ളിൽ ന്യൂക്ലിയസ് പോലും ഇല്ല. എല്ലാ സെൽ ഓർഗനൽസും റിമൂവ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീനെ നിറച്ച് വെച്ചേക്കാം. 270 to 280 മില്യൺ ഹീമോഗ്ലോബിൻ ഒരു ആർ ബി സിയുടെ ഉള്ളിലുണ്ട്. ഓരോ ഹീമോഗ്ലോബിനും 4 ഓക്സിജൻ എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓരോ ഹീമോഗ്ലോബിനും ഉണ്ടാക്കിയിട്ടുള്ള 2 ആൽഫ 2 ബീറ്റ സബ് യൂണിറ്റ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ആൽഫ ബീറ്റ സബ് യൂണിറ്റ് ക്വാട്ടർണറി സ്ട്രക്ചറിലിരിക്കുന്ന ആൽഫ ബീറ്റ സബ് യൂണിറ്റ് ഓഫ് ഹീമോഗ്ലോബിൻ വന്നിട്ട് 4 പോക്കറ്റ് ഉണ്ട്. ആ 4 പോക്കറ്റിലും ഓരോ ഓക്സിജൻ മോളിക്യൂളിനെയാണ് അത് ക്യാരി ചെയ്യുക. അപ്പോൾ ഈ 4 പോക്കറ്റും കൂടി ഒരുമിച്ച് ഓപ്പൺ ആയിരിക്കുമ്പോൾ ഫസ്റ്റ് ഓക്സിജൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഇത്തിരി സമയം എടുക്കും. കാരണം എന്താ അറിയോ, അത് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളൊരു സൈറ്റ് അല്ല. അതിന് എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാത്തക്ക രീതിയിൽ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളൊരു സൈറ്റല്ല. അതുകൊണ്ട് തന്നെ ഓക്സിജൻ ആ ഹീമോഗ്ലോബിൻ്റെ മേലെ ചെന്നിട്ട് ഇങ്ങനെ തത്തിക്കളിച്ച് അവസാനം അതിൻ്റെ ഉള്ളിലേക്ക് ചാടിപ്പോകും. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓക്സിജൻ ബൈൻഡിങ് അത് കുറച്ച് ടൈം ലാഗിങ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓക്സിജൻ പെട്ടെന്ന് വന്ന് ബൈൻഡ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു കോർഡിനേറ്റഡ് ആക്ടിവിറ്റിയാണ്. ഒരു ഓക്സിജൻ ആ ക്ലഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്ലഫ്റ്റ് എക്സാക്റ്റ് നെക്സ്റ്റ് ഓക്സിജൻ എടുക്കാൻ തക്ക രീതിയിൽ ഒരു ചേഞ്ച് വരുത്തും അതിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഓക്സിജനും തേർഡ് ഓക്സിജനും പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ കയറും. അപ്പോൾ അതൊരു പെട്ടെന്ന് ആ ഹീമോഗ്ലോബിൻ ഫില്ലാവുന്ന പോലെ തോന്നും. ദെൻ ദ ഫോർത്ത് ഓക്സിജൻ വരുമ്പോഴത്തേക്കും ഈ 3 ഓക്സിജൻ ഇരിക്കണോണ്ട് ഫോർത്ത് ഓക്സിജനെ തിങ്ങി ഞെങ്ങി വേണം അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. അപ്പോൾ അത് കുറച്ച് ടൈം ലാഗിങ് പ്രോസസ്സാണ് തിങ്ങി ഞെങ്ങി അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അതുപോലെ തന്നെയാണ് അതിൻ്റെ ഡിസോസിയേഷനും. ഫസ്റ്റ് അത് അപ്പോൾ തിക്കി കൊള്ളിച്ച് കൊണ്ടുവയ്ക്കുന്ന ഒരു സാധനത്തിനകത്ത് നിന്ന് ആദ്യത്തെ ഒരെണ്ണം എടുക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എന്താണ് അഴിഞ്ഞിങ്ങോട്ട് പോകുന്നുള്ളൂ. അതേപോലെ തന്നെ ഡിസോസിയേഷൻ, ഓക്സിജൻ ടിഷ്യൂവിൽ എത്തിക്കഴിയുമ്പോൾ അത് ഡിസോസിയേറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെയാണ്. ഫസ്റ്റ് ഓക്സിജനെ പുറത്തേക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. സെക്കൻഡ് ആൻഡ് തേർഡ് ഓക്സിജൻ ഇറ്റ് വിൽ കം ഔട്ട് സൂൺ. ഫോർത്ത് ഓക്സിജൻ എന്താവും, വലിയൊരു ഇതിൻ്റെ ഉള്ളിൽ ചാക്കിലിരിക്കുന്ന പോലെ അതിങ്ങനെ തത്തിക്കളിച്ച് നടക്കും. അവസാനമാണ് അത് ജമ്പ് ചെയ്യുക. അപ്പോൾ ഇറ്റ് വിൽ ഷോ എ ഡിസോസിയേഷൻ കർവ് ആസ് എ സിഗ്മോയിഡ് കർവ്. ഒരു സിഗ്മോയിഡ് കർവ് കാണിക്കും. അതായത് ഫസ്റ്റ് ഇറ്റ് വിൽ ടേക്ക് ലിറ്റിൽ ടൈം ടു ടേക്ക് ഔട്ട്, സെക്കൻഡ് ആൻഡ് തേർഡ് ഇറ്റ് വിൽ ടേക്ക് ഔട്ട് ഫാസ്റ്റ്, ആൻഡ് ഫോർത്ത് വൺ ഇറ്റ് വിൽ ടേക്ക് അഗെയിൻ ടൈം. ദാറ്റ് വിൽ ഗീവ് എ സിഗ്മോയിഡ് കർവ്. അപ്പോൾ ഈ ഓക്സി ഹീമോഗ്ലോബിൻ ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുന്ന അതിൻ്റെ ഡിസോസിയേഷൻ കർവൊക്കെ കാണിക്കുന്നത് സിഗ്മോയിഡ് കർവാണ് കാണിക്കുക. ഇനി ഹീമോഗ്ലോബിന് ഓക്സിജനോടും കാർബൺ ഡൈ ഓക്സൈഡിനോടും അഫിനിറ്റി ഉണ്ട് കേട്ടോ. ഹീമോഗ്ലോബിന് ഓക്സിജനോടും കാർബൺ ഡൈ ഓക്സൈഡിനോടും അഫിനിറ്റി ഉണ്ട്. പക്ഷേ അതിന് അഫിനിറ്റി കൂടുതൽ ഓക്സിജനോടാണ്. അതിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചും ആയിരിക്കും അത് കൂടുതൽ അഫിനിറ്റി കാണിക്കുക. ഓക്സിജൻ കൂടുതലുള്ളപ്പോൾ അത് കൂടുതൽ ഓക്സിജനോട് അഫിനിറ്റി കാണിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ളപ്പോൾ അത് കാർബൺ ഡൈ ഓക്സൈഡിനോട് കൂടുതൽ അഫിനിറ്റി കാണിക്കും. നൗ ഇൻ ദ ആൽവിയോളസ് ദിസ് ഓക്സിജൻ വിൽ ബി ടേക്കൺ ബൈ ദ ഹീമോഗ്ലോബിൻ ആൻഡ് ഇറ്റ് വിൽ ബി പാസിംഗ് ത്രൂ ദ ബ്ലഡ് ആൻഡ് റീച്ചസ് ടു ദ ടിഷ്യൂ റീജിയനിലേക്ക് അത് പാസ് ചെയ്യും. ടിഷ്യൂ റീജിയനിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഓക്സിജനെ ടിഷ്യൂവിലേക്ക് കൊടുക്കണം. ഓക്സിജനെ ടിഷ്യൂവിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലഡിനകത്ത് ഓക്സിജനെ ക്യാരി ചെയ്ത് പോകുന്നത് അല്ലേ. ആ ബ്ലഡിനകത്ത് എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറവാണ്, 40 mmHg ഉള്ളൂ. ഇവിടെ 95 mmHg ഓക്സിജൻ ഉണ്ട്. അത് ടിഷ്യൂവിൽ എത്തിക്കഴിയുമ്പോൾ ഈ ടിഷ്യൂ ഒരു ഫാക്ടറി പോലെ വർക്ക് ചെയ്യുകയാണ്. അത് റെസ്പിറേഷൻ കണ്ടിന്യൂസ് നടക്കുക. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ അവിടെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അവിടുത്തെ pH കുറവായിരിക്കും. അതായത് ഹൈഡ്രജൻ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലായിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എവിടെ കൂടുന്നുണ്ടോ നമ്മുടെ ബ്ലഡിൽ അവിടെയൊക്കെ H+ൻ്റെ സെക്രീഷൻ കൂടുതലായിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ബ്ലഡിൽ കാർബോണിക് അൻഹൈഡ്രേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. അത് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ വാട്ടറിനെയും കൂടി കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ട് H2CO3 എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് ഉണ്ടാക്കുകയും ഈ H2CO3 എന്ന് പറയുന്ന ആസിഡ് ഡിസോസിയേറ്റ് ചെയ്ത് H+ഉം HCO3- ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് അധികം ഉള്ളിടത്ത് അവിടെ H+ൻ്റെ കോൺസെൻട്രേഷൻ കൂടും. H+ൻ്റെ കോൺസെൻട്രേഷൻ കൂടുക എന്ന് പറയുന്നത് എന്താ, pH കുറയും. pH കുറയാന്ന് പറഞ്ഞാൽ എന്താ, അസിഡിക് കണ്ടീഷൻ ആവും. അസിഡിക് കണ്ടീഷൻ ആയിരിക്കും നമ്മുടെ ടിഷ്യൂ റീജിയനിൽ എത്തുമ്പോൾ. ടിഷ്യൂ റീജിയനിൽ അസിഡിക് കണ്ടീഷനും ഹൈ ടെമ്പറേച്ചറും ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഹീമോഗ്ലോബിന് ഓക്സിജനോടുള്ള അഫിനിറ്റി പറ്റെ കുറയും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓക്സിജൻ വിൽ സ്റ്റാർട്ട് ഡിസോസിയേറ്റിംഗ് ഫ്രം ദ ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ നിന്ന് ഓക്സിജൻ ഡിസോസിയേറ്റ് ചെയ്യും. അങ്ങനെ ഡിസോസിയേറ്റ് ചെയ്ത് ഹീമോഗ്ലോബിൻ പുറത്തേക്ക് വരുമ്പോൾ ഏകദേശം 100 ml 20 ml ഓക്സിജനൊക്കെ ക്യാരി ചെയ്യുന്നുണ്ടാവും കേട്ടോ. പക്ഷേ ഇത് അഫിനിറ്റി കുറയുന്നേ പറഞ്ഞിട്ടുള്ളൂ, കംപ്ലീറ്റ് പോകുമെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ടിഷ്യൂസിലേക്ക് കൊടുക്കുമ്പോൾ ഒരു 5 ml ഓക്സിജനെ ടിഷ്യൂവിലേക്ക് കൊടുക്കുള്ളൂ. ബാക്കി അത് വീണ്ടും തിരിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കും. അതായത് ഏകദേശം 15 ml ഓഫ് ഓക്സിജൻ വീണ്ടും ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് വഴി ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം 100 ml ഓഫ് ഓക്സിജൻ വിൽ ബി ഏബിൾ ടു ക്യാരി ഓൺലി 5 ml ഓഫ് 100 ml ഓഫ് ബ്ലഡ് വിൽ ബി
ഏബിൾ ടു ക്യാരി ഓൺലി 5 ml ഓഫ് ഓക്സിജൻ നമുക്ക് പറയാം. ഇവിടെ ഈ ഒരു എഫക്റ്റാണ്, അതായത് ടെമ്പറേച്ചർ കൂടുതലും അതുപോലെ തന്നെ pH കുറവും ഉള്ള ഒരു കണ്ടീഷൻ, H+ കോൺസെൻട്രേഷൻ കൂടുതലുള്ള ഒരു കണ്ടീഷൻ, അതാണ് ഓക്സിജൻ അവിടെ ഡിസോസിയേറ്റ് ചെയ്യിപ്പിച്ച് ടിഷ്യൂസിലേക്ക് ഇറക്കാൻ സഹായിക്കുന്നത്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ബോർ എഫക്റ്റ്. അതിന് നമ്മൾ ബോർ എഫക്റ്റ് എന്ന് പറയും. അപ്പോൾ ഓക്സിജൻ ടിഷ്യൂസിലേക്ക് ഡിസോസിയേറ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അക്കോർഡിംഗ് ടു ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഫ്രം ടിഷ്യൂ ടു ബ്ലഡ് ഇറ്റ് വിൽ ബി ടേക്കൺ, ബിക്കോസ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഡിഫ്യൂഷൻ പവർ ഹൈ ആണ് ആസ് കമ്പയർഡ് ടു ഓക്സിജൻ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസ് ചെയ്തിട്ട് എങ്ങോട്ടേക്ക് കയറും? ഓക്സിജനേറ്റഡ് ബ്ലഡിനകത്തേക്ക് കയറും. അപ്പോൾ അത് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ആയി. ഈ ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് വീണ്ടും വിനാക്കാവ് വഴി വന്നിട്ട് റൈറ്റ് പാർട്ട് ഓഫ് ദ ഹാർട്ടിലേക്ക് എൻ്റർ ചെയ്യും. റൈറ്റ് പാർട്ട് ഓഫ് ദ ഹാർട്ടിൽ നിന്ന് അത് വീണ്ടും പമ്പ് ചെയ്തിട്ട് പൾമനറി ആർട്ടറി വഴി പമ്പ് ചെയ്തിട്ട് അത് ലങ്സിലേക്ക് എത്തും. ഇനി ലങ്സിലേക്ക് എത്തുമ്പോൾ ഈ ഓക്സിജൻ വന്നിട്ട് ഹീമോഗ്ലോബിനായിട്ട് ബൈൻഡ് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളസിലേക്ക് ഡിഫ്യൂസ് ചെയ്തു പോകും. അതിന് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. ആൽവിയോളസിൽ എത്തിക്കഴിയുമ്പോൾ ആൽവിയോളസിലെ ടെമ്പറേച്ചർ കുറവാണ്, കാരണം ഇത് ആൽവിയോളസിൽ ഫ്രഷ് എയർ ആണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ അവിടുത്തെ pH കോൺസെൻട്രേഷൻ കുറവായിരിക്കും. കാരണം എന്താ അറിയോ, ഈ ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ആൽവിയോളസിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ടെമ്പറേച്ചറിൻ്റെ കുറവും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കുറവ് ഇൻ ദ ആൽവിയോളസും കാരണം കൊണ്ട് കാർബോണിക് അൺഹൈഡ്രേറ്റ്സ് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുന്ന കാർബോണിക് അൺഹൈഡ്രേറ്റ്സ് തിരിച്ച് റിവേഴ്സിബിൾ റിയാക്ഷൻ ചെയ്യും. അതായത് H+ ആൻഡ് HCO3- കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ട് H2CO3 ആക്കും. H2CO3നെ ഡിസോസിയേറ്റ് ചെയ്യിപ്പിച്ചിട്ട് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ആക്കും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ എവിടെ കൂടുതലായി? നമ്മുടെ ഡിയോക്സിനേറ്റ് ബ്ലഡിൽ കൂടുതലായി കമ്പയർഡ് ടു ആൽവിയോളസ്. അപ്പോൾ ആൽവിയോളസ് കുറവുള്ളിടത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യും. ഇനി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് 20 to 25% ഹീമോഗ്ലോബിനാണ് ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുന്നത്, കാർബോമിനോ ഹീമോഗ്ലോബിൻ ഫോമില. കാരണം ഓക്സിജൻ അവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഹീമോഗ്ലോബിൻ ഫ്രീ ആയി. അപ്പോൾ ഏകദേശം 25% കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഹീമോഗ്ലോബിൻ എടുത്തോളും. ഓക്കെ, ഇനി ബാക്കി കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് 70% കാർബൺ ഡൈ ഓക്സൈഡ് RBCയുടെ സർഫസിൽ HCO3- ഫോമിൽ അല്ലെങ്കിൽ ബൈകാർബണേറ്റ് ഫോമിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുക. അതേപോലെ ബാക്കി 7% കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാസ്മ വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുക. അവിടെ ഏറ്റവും കൂടുതൽ 70% ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുന്ന അവിടെ കാർബോണിക് അൺഹൈഡ്രേറ്റ്സിൻ്റെ പ്രസൻസിലാണ് 70% കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് കാർബോണിക് അൺഹൈഡ്രേറ്റ്സിന് ഒരു പ്രത്യേകതയുണ്ട്, അത് ലെസ് ടെമ്പറേച്ചറും അതുപോലെ തന്നെ pH കൂടുന്ന കണ്ടീഷൻ, അതായത് അസിഡിറ്റി കുറയുന്ന കണ്ടീഷൻ, H+ കോൺസെൻട്രേഷൻ കുറയുന്ന കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കാർബോണിക് അൺഹൈഡ്രേറ്റ്സ് ഫോർവേഡ് ചെയ്ത റിയാക്ഷൻ നേരെ റിവേഴ്സ് അടിക്കും. അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ വാട്ടറിനെയും കമ്പൈൻ ചെയ്തിട്ട് H2CO3നെ HCO3- H+ഉം മാറ്റിയിട്ടുണ്ടല്ലോ, അതിൻ്റെ റിവേഴ്സ് റിയാക്ഷൻ ചെയ്യുമ്പോൾ H+ HCO3- കമ്പൈൻ ചെയ്ത് H2CO3 ആവും. H2CO3 കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറും. അപ്പോൾ വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ എവിടെ കൂടി? ഡിയോക്സിനേറ്റഡ് ബ്ലഡിൽ കൂടി ആൽവിയോളസിൽ കുറഞ്ഞു. സോ ദിസ് ഈസ് ദ ഫേവറബിൾ കണ്ടീഷൻ ഫോർ ദ റിമൂവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ RBC, and that effect that is called as Haldane effect. Haldane effect that will help in dissociating carbon dioxide from deoxygenated blood to the alveolus. And Bohr effect, it will help in diffusing oxygen from oxygenated blood to tissue. ഇത്ര ഓർത്തിരുന്നോളാം കേട്ടോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോർ എഫക്റ്റും ഹാൽഡെയിൻ എഫക്റ്റും വിത്തൗട്ട് ഫെയിൽ നീറ്റ് എക്സാമിന് മിക്കവാറും വർഷങ്ങളിൽ ചോദിക്കാറുള്ളതാണ് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ടേഷനെ ഫേവർ ചെയ്യുന്നത് ഹാൽഡെയിൻ എഫക്റ്റും ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ടേഷനെ ഫേവർ ചെയ്യുന്നത് ബോർ എഫക്റ്റും ആണ് കേട്ടോ. ഇനി ക്രിസ്റ്റ്യൻ ബോർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അത് കണ്ടുപിടിച്ചുകൊണ്ടാണ് ബോർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഹാൽഡെയിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചുകൊണ്ടാണ് അതിനെ ഹാൽഡെയിൻ എന്ന് പറയുന്നത്. നൗ നെക്സ്റ്റ് വൺ ഈസ് റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ. എങ്ങനെയാണ് റെസ്പിറേഷൻ റെഗുലേറ്റ് ചെയ്യുന്നത്? റെസ്പിറേഷൻ റെഗുലേറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇൻ്റർകോസ്റ്റൽ മസിലിനും ഡയഫ്രത്തിനും മെസ്സേജ് കിട്ടും ഫോർ ദ കൺട്രാക്ഷൻ ആൻഡ് ഇൻക്രീസിങ് ദ വോളിയം ഓഫ് ദ ചെസ്റ്റ് ആൻഡ് പൾമനറി ക്യാവിറ്റി. അപ്പോഴാണ് അവിടുത്തെ പ്രഷർ കുറയുകയും ഹൈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ചെയ്യുന്ന എയർ ഉള്ളിലേക്ക് കയറുകയും ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലാണെന്ന് നമ്മുടെ ബോഡി ഡിറ്റക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ബ്ലഡിൻ്റെ ഉള്ളിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ കോൺസെൻട്രേഷനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അയോർട്ട റീജിയനിൽ, അതായത് കീമോ റിസപ്റ്റേഴ്സ് പ്രസന്റ് ഉണ്ട്. അതായത് കരോട്ടിഡ് ആർട്ടറി എന്ന് പറയുന്ന ഭാഗത്ത്, കരോട്ടിഡ് ആർട്ടറി എന്ന് പറഞ്ഞാൽ വേറൊന്നല്ല, നമ്മുടെ നെക്കിലേക്കും ഫേസിലേക്കും ഹെഡിലേക്കും ഒക്കെ ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആർട്ടറീസിനാണ് നമ്മൾ കരോട്ടിഡ് ആർട്ടറി എന്ന് പറയുന്നത്.
ആ കരോട്ടിഡ് ആർട്ടറിയിൽ കുറേ കീമോ റിസപ്റ്റേഴ്സ് ഇരിക്കുന്നുണ്ട്. ഈ കീമോ റിസപ്റ്റേഴ്സ് കാർബൺ ഡൈ ഓക്സൈഡിനെ ഡിറ്റക്ട് ചെയ്യാൻ കഴിവുള്ളതാണ്. അപ്പോൾ ഓക്സിജനേറ്റഡ് ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമുക്ക് ഇനഫ് ഓക്സിജൻ കിട്ടുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ദാറ്റ് വിൽ ഇൻഡ്യൂസ് ദ മെഡുല റീജിയൻ ഓർ ദ റെസ്പിറേറ്ററി റിതം സെൻറ്റർ ഓഫ് അവർ ബ്രെയിൻ ഫോർ ഗിവിംഗ് ദ മെസ്സേജ് ടു ദ ഇന്റർകോസ്റ്റൽ മസിൽ ആൻഡ് ഡയഫ്രം ഫോർ കൺട്രാക്ഷൻ. അതുകൊണ്ട് മെഡുല റീജിയൻ ആണ് ഈ പറയുന്ന റെസ്പിറേറ്ററി റിതം ഉണ്ടാക്കുന്നത്. റെസ്പിറേറ്ററി റിതം ഉണ്ടാക്കുമ്പോൾ റെസ്പിറേറ്ററി റിതം അല്ലെങ്കിൽ ഇന്റർകോസ്റ്റൽ മസിലിന് മെസ്സേജ് കൊടുക്കുക, ഡയഫ്രത്തിന് മെസ്സേജ് കൊടുക്കുമ്പോൾ ഇന്റർകോസ്റ്റൽ മസിലും ഡയഫ്രം കൺട്രാക്ട് ചെയ്യും. നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റി ആന്റീരിയോ പോസ്റ്റീരിയർ ഡയറക്ഷനിലും ഡോർസോ വെൻട്രൽ ഡയറക്ഷനിലും അത് ഇലാബറേറ്റ് ചെയ്യും. ചെസ്റ്റിൻ്റെ വോള്യൂം കൂടുകയും പൾമിനറി വോള്യൂം കൂടുകയും ഇവിടുത്തെ പ്രഷർ കുറയുകയും ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് അറ്റ്മോസ്ഫിയറിക് എയറിൽ നിന്ന് പ്രഷർ കൂടിയെടുത്തുനിന്ന് പ്രഷർ കുറഞ്ഞിടത്തിലേക്ക് എയർ പാസ് ചെയ്യാൻ പോയി ഇൻസ്പിരേഷൻ സംഭവിക്കും. ഇൻസ്പിരേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എയറിൽ നിന്ന് ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്ത് നമ്മുടെ ബോഡിയിലേക്ക് സ്പ്രെഡ് ആകുമ്പോൾ അടുത്ത സർക്കുലേഷനിൽ നമുക്ക് കാണാൻ പറ്റും അവിടെ നെക്സ്റ്റ് സർക്കുലേഷനിൽ നമുക്ക് കരോട്ടിഡ് ആർട്ടറി ഭാഗത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ റിസീവ് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യില്ല. സോ ഓട്ടോമാറ്റിക്കലി മെഡുല വിൽ വിത്ഡ്രോ ദ മെസ്സേജ് ടു ദ ഇന്റർകോസ്റ്റൽ മസിൽ. ഇന്റർകോസ്റ്റൽ മസിലും അതുപോലെ ഡയഫ്രോം റിലാക്സ് ചെയ്യും. ഇന്റർകോസ്റ്റൽ മസിലും ഡയഫ്രോം റിലാക്സ് ചെയ്യുന്ന ആ സമയത്ത് അതിൻ്റെ ഉള്ളിലെ പ്രഷർ കൂടും. കാരണം അവിടുത്തെ വോള്യൂം കുറയും. ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ എയർ നിറഞ്ഞിരിക്കുക ആയതുകൊണ്ട് അവിടെ പ്രഷർ കൂടും. സോ ഓട്ടോമാറ്റിക്കലി ദ എയർ വിൽ പാസ് ഔട്ട് ഫ്രം ദ ലങ്സ് ടു അറ്റ്മോസ്ഫിയർ ഫ്രം ഹയർ പ്രഷർ ടു ലോവർ പ്രഷർ. അങ്ങനെയാണ് ഈ പറയുന്ന റെസ്പിറേഷൻ നടക്കുക അല്ലെങ്കിൽ ബ്രീത്തിങ് നടക്കുക. അതിൻ്റെ ഇൻഹൈലേഷന് വേണ്ടിയിട്ട് 2 സെക്കൻഡ്സും എക്സൈലേഷന് വേണ്ടിയിട്ട് 3 സെക്കൻഡ്സും എടുക്കുന്നത് നമ്മൾ പറഞ്ഞു. ഏകദേശമാണ് കേട്ടോ, അല്ലാണ്ട് ഒരുപാട് ഇത് ആയിട്ടല്ല, ഒരുപാട് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ അല്ല. 12 to 16 ടൈംസ് നമ്മൾ റെസ്പയർ ചെയ്യും. അതുകൊണ്ട് ഏകദേശം അത്രയും ടൈം എടുക്കും. ഇനി നമുക്ക് ന്യൂമോടാക്സിക് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് പോൺസ് റീജിയനിൽ. അപ്പോൾ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഡീപ്പ് ബ്രീത്ത് എടുക്കേണ്ടി വരും, അതുപോലെ ഫാസ്റ്റ് ബ്രീത്തിങ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡീപ്പ് ബ്രീത്ത്, ആ ഡെപ്ത് ഓഫ് ദ ബ്രീത്ത് ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ഡെപ്ത് ഓഫ് ഇൻസ്പിരേഷൻ ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദിസ് പോൺസ് റീജിയൻ. ആ ന്യൂമോടാക്സിക് സെൻറ്റർ ആയിരിക്കും അത് കൺട്രോൾ ചെയ്യുക. ഇനി വേറൊരു ഫാക്ടറും കൂടെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഓക്സിജൻ്റെ ഡിസോസിയേഷനെ ഇൻടേക്കിനെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന. അത് 2,3-ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കെമിക്കലാണ്. ഈ 2,3-ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് RBCയുടെ സർഫസിൽ കാണുന്നതാണ് കേട്ടോ. 2,3-ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഇറ്റ് വിൽ ഇൻക്രീസ് ദ അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ. ശരിക്കും ഹീമോഗ്ലോബിനും ഓക്സിജനും തമ്മിൽ ഒരുപാട് അഫിനിറ്റി ഉണ്ടാകാൻ പാടില്ല. അവർ തമ്മിൽ ഒരുപാട് ഇഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഓക്സിജനെ ഹീമോഗ്ലോബിൻ ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുമ്പോൾ ടിഷ്യൂവിൽ എത്തുമ്പോൾ ഓക്സിജനെ കൊടുക്കാൻ ഹീമോഗ്ലോബിൻ മടിക്കും. ബിക്കോസ് ദേ ഹാവ് ടു മച്ച് അഫിനിറ്റി, റൈറ്റ്? അപ്പോൾ ഈ 2,3-ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് അതിൻ്റെ പുറത്തിരുന്നിട്ട് ഈ അഫിനിറ്റി റെഗുലേറ്റ് ചെയ്യുന്ന ആളാണ്. 2,3-ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഉള്ളതനുസരിച്ച് അഫിനിറ്റി കൂടും. നമ്മുടെ അഡൽട്ടിൻ്റെയൊക്കെ കേസിൽ 2,3-ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് RBCയിൽ കുറവാണ്. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് 12 to 16 ടൈംസ് നമുക്ക് ബ്രീത്ത് ചെയ്താൽ മതി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് മാക്സിമം ഓക്സിജനെ അവിടെ ചെല്ലുമ്പോൾ ടിഷ്യൂസിൽ ചെല്ലുമ്പോൾ ഡിസോസിയേറ്റ് ചെയ്തോളും. പക്ഷേ ഇൻഫൻസിൻ്റെയൊക്കെ കേസിൽ എങ്ങനെയാണെന്നറിയോ? 2,3-ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് അവർക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് 2 ആൽഫ ചെയിനും 2 ഗാമ ചെയിനും ആണ് കേട്ടോ. ഈ പറയുന്ന ഹീമോഗ്ലോബിനിലുള്ള 2 ബീറ്റ ചെയിൻ അല്ല, 2 ഗാമ ചെയിനാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഹീമോഗ്ലോബിൻ ഓക്സിജനെ കൊണ്ട് ചെല്ലുമ്പോൾ 2,3-ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് കൂടുതലാണെങ്കിൽ അവിടെ നമുക്ക് 5 ml ഓക്സിജനാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഇവർക്ക് വളരെ കുറച്ച് ഓക്സിജൻ മാത്രമേ ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുള്ളൂ. 100 ml ബ്ലഡ് 5 ml ഓക്സിജൻ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുമെങ്കിൽ ഇവർ ഇൻഫൻസിൻ്റെ കേസിൽ വളരെ കുറച്ച് ഓക്സിജൻ മാത്രമാണ് 100 ml ബ്ലഡിൽ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുള്ളൂ. സോ ദേ ഹാവ് ടു റെസ്പയർ 44 ടൈംസ് ആൻഡ് ദേ ഹാവ് ടു 40 to 44 ടൈംസ് ആൻഡ് ദേ ഹാവ് ടു റെസ്പയർ ഓർ ബ്രീത്ത് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ അത്രയും പ്രാവശ്യം അവർക്ക് ബ്രീത്ത് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ദറ്റ് ഈസ് അനദർ പോയിന്റ്. അതും ഒന്ന് ഓർത്തിരുന്നോളൂ കേട്ടോ. 2,3-ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഡിസോസിയേഷനെ എഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. പക്ഷേ അത് ടിഷ്യൂവിലും അതുപോലെ ആൽവിയോളസിലും അങ്ങനെ സ്പെഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലാത്തതുകൊണ്ടാണ് ഞാനവിടെ ബോർ എഫക്റ്റിലും ഹാൽഡെയ്ൻ എഫക്റ്റിലും പറയാത്തത്. അത് ഹാൽഡെയ്ൻ എഫക്റ്റിലും ബോർ എഫക്റ്റിലും പ്രതിപാദിക്കുന്നതല്ല, അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നതാണ്. RBCയിലെ ഒരു കമ്പോണൻ്റ് ആണ് അത് കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ള ഡിസോർഡേഴ്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം ആണ്. ഫസ്റ്റ് ഡിസോർഡർ വിച്ച് ഈസ് അസോസിയേറ്റഡ് ടു റെസ്പിറേറ്ററി സിസ്റ്റം ഈസ് ആസ്മ. ആസ്മ എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് ദാറ്റ് കോസ് വീസിങ്, അല്ലേ? സാധാരണ ആളുകളിലൊക്കെ കാണാറുള്ളതാണ് ഈ ആസ്മ ഇന്നത്തെ കാലത്ത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലർജി കൊണ്ടൊക്കെ ഉണ്ടാകുന്നതാണ്. ദാറ്റ് ഈസ് ഡ്യൂ ടു ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്ക്യൂൾ. ബ്രോങ്കയിലും ബ്രോങ്ക്യൂളിലും ഉള്ള ചെറിയ നീർക്കെട്ടുകളൊക്കെയാണ് ഈ പറയുന്ന ആസ്മയ്ക്ക് കാരണമാകുന്നത്. നെക്സ്റ്റ് ഡിസീസ് ഈസ് ഡിസോർഡർ ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം ഈസ് എംഫിസീമ. എംഫിസീമ എന്ന് പറയുന്ന ഒരു ക്രോണിക് ഡിസോർഡറാണ്. അവിടെ ആൽവിയോളസിൻ്റെ വോളിന് തന്നെയാണ് ഡാമേജ് പറ്റുക.
അതുകൊണ്ട് തന്നെ റെസ്പിറേറ്ററി സർഫസ് ഡിക്രീസ് ആവും. ഓക്കെ, അതിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത് സിഗരറ്റ് സ്മോക്കിംഗ് ആണ് കേട്ടോ. ഈ ആൽവിയോളസ് എന്ന് പറയുന്ന സ്ട്രക്ചർ നമ്മുടെ ലങ്സിൽ ഉണ്ടാവാൻ കാരണം എന്താണെന്നറിയോ? അത് ആൽവിയോളസ് കുഞ്ഞു കുഞ്ഞു ബലൂൺ പോലത്തെ സ്ട്രക്ചറാണ്. ഈ കുഞ്ഞു കുഞ്ഞു ബലൂൺ പോലത്തെ സ്ട്രക്ചർ ഇറ്റ് ഇൻക്രീസസ് ദ സർഫസ് ഏരിയ ഓഫ് അവർ ലങ്സിൻ്റെ സർഫസ് ഏരിയ കൂട്ടും. അപ്പോൾ എന്താണ്, എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്, സർഫസ് ഏരിയ കൂടുമ്പോൾ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസിന് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടാവും. നമ്മൾ ഈ പറയുന്ന ലങ്സിൻ്റെ ആൽവിയോളസിനെ എല്ലാം വിടർത്തി വെച്ച് നോക്കി കഴിയുമ്പോൾ ഒരു ടെന്നീസ് കോർട്ടിൻ്റെ ഒക്കെ വലിപ്പം ഉണ്ടാവും ഈ പറയുന്ന ആൽവിയോളസ് എല്ലാം കൂടി വിടർത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇനി നെക്സ്റ്റ് ഡിസീസാണ് ഒക്യുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ എന്ന് പറയുന്നത്. ചില ഇൻഡസ്ട്രീസിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർ, അതായത് ഗ്രൈൻഡിങ്, സ്റ്റോൺ ബ്രേക്കിംഗ് അങ്ങനത്തെ ഇൻഡസ്ട്രീസിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർക്ക് ആ സിറ്റുവേഷനുമായിട്ട് ഫുള്ളി കോപ്പ് ചെയ്യാൻ പറ്റില്ല. അതായത് ഡിഫൻസ് മെക്കാനിസം കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല. കാരണം വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ നമ്മുടെ ഈ ട്രക്കിയ റീജിയനിലും അല്ലെങ്കിൽ നമ്മുടെ നോസ്ട്രിൽസിലൊന്നും ഫിൽട്ടർ ഔട്ട് ചെയ്ത് കളയില്ല. അതുകൊണ്ട് തന്നെ കുറേ സമയം ഇതിന് എക്സ്പോഷർ ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലങ്സിലൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടാവും, ഫിബ്രോസിസിന് കാരണമാവുകയും ചെയ്യും. അതായത് പ്രൊലിഫറേഷൻ ഓഫ് ഫൈബ്രസ് ടിഷ്യൂന് കാരണമാവും. അപ്പോൾ സീരിയസ് ലങ് ഡാമേജ് സംഭവിക്കും. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ്ക് ധരിക്കുകയും അതേപോലെ നമ്മുടെ ഡിഫൻസ് മെക്കാനിസം ഒരു ഇന്റർവെൽ കൊടുത്ത് അത് നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുക. അതായത് നമ്മൾ ഇങ്ങനത്തെ മൈനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് എത്ര സമയം വെക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ സമയം ഉണ്ടാവും അവർക്ക്. വെക്കേഷൻ ടൈമൊക്കെ, അതായത് അവരുടെ ആ വർക്ക് പ്ലേസിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നത് ആ ഒരു സമയം കൊണ്ട് അവർക്ക് ലങ്സിന് ഉണ്ടായിരിക്കുന്ന ഡാമേജ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ നമ്മുടെ പോലെയുള്ള ഒരു ദരിദ്ര രാഷ്ട്രത്തിൽ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ തരത്തിലുള്ള ഡിസീസസ് ഒക്കെ സാധാരണയായിട്ട് കാണാം. അങ്ങനത്തെ ഡിസീസിന് നമ്മൾ പറയുന്ന പേരാണ് ന്യൂമോകോണിയോസിസ്. ഓക്കെ, ഇനി കുറച്ച് ഡിസീസസിൻ്റെ പേരും കൂടി ഞാൻ പറഞ്ഞുതരാം. ബ്രോങ്കൈറ്റിസ് ഉണ്ടാകുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് ബ്രോങ്കൈൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതാണ് ബ്രോങ്കൈറ്റിസ് കേട്ടോ. അവിടെ ഒരു തിക്ക് ഗ്രീനിഷ് യെല്ലോ സ്പ്യൂട്ടായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. നമ്മൾ ചുമച്ച് തുപ്പുമ്പോൾ ഗ്രീനിഷ് യെല്ലോ സ്പ്യൂട്ടും വരുന്നുണ്ടെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ കൊണ്ടാണ് അങ്ങനത്തെ തരത്തിലുള്ള ക്യാരക്ടർ കാണിക്കുന്നത്. അതുപോലെ ബ്രോങ്കിയൽ ആസ്മ അലർജിക് ഡിസീസാണ്. അത് ബ്രോങ്കിയോളിൻ്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കൊണ്ടാണ്. അതായത് ഫോറിൻ സബ്സ്റ്റൻസ് ഒക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോങ്കിയോൾ ഭയങ്കര സെൻസിറ്റീവ് ആവും. അതുകൊണ്ട് കൊഫിങ്ങും വീസിങ്ങും ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് ഒക്കെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ബ്രോങ്കിയൽ ആസ്മ എന്ന് പറയുന്നത്. ഇനി ന്യൂമോണിയ ഒരു ഇൻഫെക്ഷൻ ഡിസീസാണ്. അതായത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന ഒരു ഓർഗാനിസം ഉണ്ടാക്കുന്നതാണ് ഈ ന്യൂമോണിയ എന്ന് പറയുന്ന ഡിസീസ്. അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൽവിയോളർ സാക്ക് എല്ലാം ഫ്ലൂയിഡ് വന്നിട്ടും അതുപോലെ WBC വന്നിട്ടും ഫില്ലാവും. പിന്നെ അടുത്ത ട്യൂബർക്ലോസിസ്, TB, അത് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഡിസീസാണ്. വൂപ്പിംഗ് കോഫ് അനദർ ബാക്ടീരിയൽ ഡിസീസാണ്. ബോർഡറ്റെല്ല പെർച്ചുസിസ് എന്ന് പറയുന്ന ഓർഗാനിസം ഉണ്ടാക്കുന്നതാണ് വൂപ്പിംഗ് കോഫ്. അതുപോലെ മൗണ്ടൻ സിക്നസ് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹൈ മൗണ്ടൻ ഏരിയയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ അഡാപ്റ്റേഷൻ പഠിക്കുമ്പോൾ പറയുന്നുണ്ട്. അതായത് വലിയ ഹൈറ്റുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവായിരിക്കും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവാകുമ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അവൈലബിലിറ്റി ഓക്സിജൻ്റെ അവൈലബിലിറ്റി കുറയും. അതായത് ഓക്സിജൻ്റെ ഇൻടേക്ക് കുറയും. അതിന് അസോസിയേറ്റ് ആയിട്ടുള്ള മൗണ്ടൻ സിക്നസ്, അത് എന്താ പറയുക, പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്നല്ല, അത് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അത് ഒരാൾക്ക് മാത്രം ഉണ്ടാകുന്ന ഡിസോർഡർ ഒന്നുമല്ല. നമ്മൾ പ്ലെയിൻ ഏരിയയിലേക്ക് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലിയർ ആവും. അതല്ലെങ്കിൽ നമ്മുടെ ബോഡി അവിടെ അഡാപ്റ്റ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കും. ഇനി കാർബൺ മോണോക്സൈഡ് പോയിസണിങ് എവിടെയാണ് നടക്കുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ 4th കോംപ്ലക്സിനെ സൈറ്റോക്രോം ഓക്സിഡേസിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് കാർബൺ മോണോക്സൈഡ് പോയിസണിങ്. കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ്. അത് ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്ത് ഉണ്ടാക്കുന്നത്. അവിടെ കാർബൺ മോണോക്സൈഡിനോട് ഹീമോഗ്ലോബിൻ അഫിനിറ്റി ഭയങ്കര ആയതുകൊണ്ട് അവിടെ കാർബൺ മോണോക്സൈഡിനെ മാത്രം ബൈൻഡ് ചെയ്യുക, അതിനെ വിട്ട് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ പറയുന്ന കാർബോക്സി ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് പോയിസണിങ് വളരെ ഡേഞ്ചറസ് ആയിട്ട് മാറുന്നത്. ഇനി അനോക്സിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകും. അത് നമ്മുടെ ടിഷ്യൂസിലേക്ക് ഓക്സിജൻ്റെ സപ്ലൈ കുറവാണെങ്കിൽ ഉണ്ടാകുന്ന കണ്ടീഷനാണ് അനോക്സിയ എന്ന് പറയുന്നത്. അതേപോലെ ആസ്പിക്സിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്. ആസ്പിക്സിയ എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് തീരെ ഓക്സിജൻ കിട്ടാത്ത അവസ്ഥയ്ക്കാണ് ആസ്പിക്സിയ എന്ന് പറയുന്നത്. അതേപോലെ ഹൈപ്പോക്സിയ എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ നമ്മുടെ ടിഷ്യൂസിൽ കൂടുന്നതിനെയാണ് ഹൈപ്പോക്സിയ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി കൊറൈസ അല്ലെങ്കിൽ കോമൺ കോൾഡ് ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ വൈറസ് ആണ് അല്ലേ. കോമൺ കോൾഡ് അത് ഒരു റെസ്പിറേറ്ററി ഡിസോർഡർ, അസോസിയേറ്റഡ് ഡിസോർഡർ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം, സാഴ്സിൻ ഒക്കെ ഉണ്ടാകുന്നത് ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. അതായത് ഹ്യൂമൻ കൊറോണ വൈറസ് HCV ഇൻഫെക്ഷൻ കൊണ്ടാണ്. അത് ഇൻഫ്ലുവൻസയുടെ ഒരു ന്യൂ
മെമ്പർ തന്നെയാണ്, ഒരു ന്യൂ മെമ്പർ ഓഫ് ഇൻഫ്ലുവൻസ വൈറസ് ആണ്. അതായത് ഇൻഫ്ലുവൻസ വൈറസിൻ്റെ ഒരു മ്യൂട്ടൻറ്റ് ഫോമാണ് ഈ പറയുന്ന ഹ്യൂമൻ കൊറോണ വൈറസ് കേട്ടോ. ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന കോവിഡ് എന്ന് പറയുന്നത്, COVID-19 എന്ന് പറയുന്ന അതും അതിൻ്റെ ഒരു മ്യൂട്ടേറ്റഡ് ഫോമാണ്. നമുക്കിപ്പോൾ എന്താ പറയുക, കോവിഡ് പലതരത്തിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ COVID-19 അത് വ്യാപകമായിട്ടുണ്ട്. അത് കൂടാതെ പലതരത്തിലുള്ള വെറൈറ്റി കൊറോണ വൈറസസും ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പല ആളുകളിലും പലതരത്തിലുള്ള സിംറ്റംസ് കാണിക്കുന്നു, അത് ഈസി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നതിനും കാരണം കേട്ടോ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ചാപ്റ്റർ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്.